നമസ്കാരം. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലെ കേന്ദ്ര സ്ഥാനമാണ് ചെങ്കോട്ട എന്ന റെഡ് ഫോർട്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണം തലസ്ഥാനത്തെ ചെങ്കോട്ടയാണ്. സ്വാതന്ത്ര്യ ദിനവുമായി പതാക ഉയർത്തലും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതുമെല്ലാം ഉൾപ്പെടെ പ്രധാന ചടങ്ങുകളെല്ലാം ദില്ലിയിലെ ചെങ്കോട്ടയിലാണ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ ചെങ്കോട്ടയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അത്ര നല്ല വാർത്തയല്ല എന്നാണ് വിവരം. അതായത് ചെങ്കോട്ടയിൽ നിലവിൽ മോഷണം നടന്നിരിക്കുകയാണ്. അതായത് തന്ത്രപ്രധാന സുരക്ഷാ സംവിധാനമുള്ള മേഖലയും ചരിത്ര പ്രസിദ്ധമായ ഇടത്താണ് ഇപ്പോൾ മോഷണം നടന്നിരിക്കുന്നത്. ജൈന മതപരമായ ചടങ്ങിനിടെ ചെങ്കോട്ടയിൽ നിന്ന് 1 കോടി രൂപ വിലമതിക്കുന്ന സ്വർണവും രത്നങ്ങളും പതിച്ച കലശം മോഷണം പോയി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം ആരംഭിച്ചതായും ഡൽഹി പോലീസ് പറയുന്നുണ്ട്. ഏകദേശം 760 ഗ്രാം സ്വർണം ഭാരമുണ്ടായിരുന്നു. കൂടാതെ ഏകദേശം 150 ഗ്രാം തൂക്കം വരുന്ന വജ്രങ്ങൾ, മാണിക്യങ്ങൾ, മരതങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. സെപ്റ്റംബർ 3 രാവിലെ നടന്ന ചടങ്ങിനിടെയാണ് മോഷണ വിവരം പുറത്തായത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മതപരമായ ചടങ്ങുകൾക്കായി പന്തലിലേക്ക് വലുതും ചെറുതുമായ കലശം കൊണ്ടുവന്നിരുന്നു. പെട്ടെന്നാണ് 1 കോടി രൂപ വിലമതിക്കുന്ന കലശം കാണാതായത് എന്ന് ബിസിനസ്സുകാരനായ സുധീർ കുമാർ ജെയിൻ പോലീസിനോട് പറഞ്ഞത്. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് ദില്ലി പോലീസ് പറയുന്നത്. ചെങ്കോട്ടയിൽ ആരംഭിച്ച ജൈന മതപരിപാടികൾ സെപ്റ്റംബർ 9 വരെ തുടരും. അപ്രതീക്ഷിതമായി നടന്ന മോഷണം ആശങ്ക ഉണ്ടാക്കിയെങ്കിലും പരിപാടി പുനരാരംഭിച്ചതായി അധികൃതർ അറിയിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ത്രിവർണ പതാക ഉയർത്തുന്ന ദേശീയ പ്രാധാന്യമുള്ള വേദി കൂടിയാണ് ചെങ്കോട്ട എന്നതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേഖലയും കൂടിയാണ്. ചെങ്കോട്ടയിലെ സുരക്ഷാ വീഴ്ചയാണ് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ മാസം ചെങ്കോട്ടയിൽ സുരക്ഷാ പരിശീലനത്തിനിടെ ഡമ്മി ബോംബ് കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് ഹെഡ് കോൺസ്റ്റബിൾമാർ ഉൾപ്പെടെ 7 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. സ്വാതന്ത്ര്യദിന പരിപാടിക്ക് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സസ്പെൻഷൻ. അതുപോലെ മോക്ക് ഡ്രില്ലിനിടെ ചെങ്കോട്ടയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച 5 ബംഗ്ലാദേശ് പൗരന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന പതിവ് മോക്ക് ഡ്രിൽ സമയത്താണ് പിടികൂടിയത്. ചുവന്ന കല്ലുപയോഗിച്ചാണ് ചെങ്കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. 2.5 കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ടയുടെ കിഴക്ക് വശത്ത് കൂടി യമുന നദിയും പടിഞ്ഞാറ് വശത്ത് ലഹോറി ഗേറ്റുമാണ് ഉള്ളത്. ആരെയും ആകർഷിക്കുന്ന രൂപഭംഗി തന്നെയാണ് ചെങ്കോട്ടയുടെ മറ്റൊരു പ്രധാന ആകർഷണം. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.